ഹിസ്റ്ററി ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂറോപ്യരുടെ ഉൾപ്രവേശനവും ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷുകാരുടെ വിജയവും എന്നതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിലെ ആംഗ്ലോ ഫ്രഞ്ച് പോരാട്ടത്തെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാദേശിക കീഴടക്കലിന്റെയും രാഷ്ട്രീയ മേധാവിത്വത്തിന്റെയും പദ്ധതികൾ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഔറംഗസീബിനാൽ തടയപ്പെട്ടത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാദേശിക കീഴടക്കലും അതുപോലെ രാഷ്ട്രീയ മേധാവിത്വവും ഒക്കെ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം തടയപ്പെട്ടത് ആരാലായിരുന്നു? നമ്മുടെ ഔറംഗസീബിനാലായിരുന്നു. എന്നാൽ 1707 ഔറംഗസീബിന്റെ ഭരണം അവസാനിക്കുന്നുണ്ട്. ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ച വന്നതോടുകൂടി ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ പുനരുജ്ജീവനമാണ് ഉണ്ടായതിൽ. അതായത് കേന്ദ്ര അധികാരം തകർന്നു. ഈ സമയത്ത് നാദിർഷയുടെ ആക്രമണങ്ങൾ ഉണ്ടായി. ഊർജ്ജസ്വലരായ മറാത്തർ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പശ്ചിമേന്ത്യയിൽ. അതുപോലെ പൂർവേഷ്യയിൽ അലിവർദിഖാന്റെ നേതൃത്വത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇതായിരുന്നില്ല ദക്ഷിണേന്ത്യയുടെ അവസ്ഥ. വിദേശികളായ സാഹസികർക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഔറംഗസീബിന്റെ മരണത്തോടു കൂടി കേന്ദ്ര അധികാരം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. 1748 മുതൽ നിസാമുൽ മുൽക്ക് അസഫ് ജായുടെ മരണത്തോടു കൂടി എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള കരങ്ങളും ഇല്ലാതായി. അതോടൊപ്പം മറാത്ത മുഖ്യന്മാര് നിരന്തരം ചൗത്തിനു വേണ്ടി ഹൈദരാബാദും മറ്റു ദക്ഷിണ പ്രദേശങ്ങളും തമ്മിൽ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് അസ്ഥിരമായിട്ടുള്ള ഭരണപരമായി കുത്തഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യ മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്തുടർച്ചയായിട്ട് സഹോദരങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു എവിടെ? കർണാട്ടിക്. ഇങ്ങനെ ഹൈദരാബാദ്, കർണാട്ടിക് ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായിരുന്നു. അതായത് നിരന്തരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശങ്ങൾക്കിടയിൽ കയറിയിട്ട് അധികാരം സ്ഥാപിക്കാനുള്ള ഒരു അവസരം ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും നിയന്ത്രണവും വ്യാപിപ്പിക്കുവാൻ ഈ സാഹചര്യങ്ങൾ വിദേശികൾക്ക് ഒരു അവസരമായിട്ട് മാറുകയാണ് ചെയ്തത്. എന്നാൽ കച്ചവട രാഷ്ട്രീയ അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഇംഗ്ലീഷുകാർ ഒറ്റക്കായിരുന്നില്ല. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായ ശത്രുക്കളെ അവർ നിഷ്കാസിതരാക്കി മാറ്റി. എന്നാൽ പുതിയൊരു എതിരാളിയായി ഫ്രാൻസ് രംഗത്തെത്തി. 1744 മുതൽ 63 വരെ 20 വർഷങ്ങളോളം ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഇന്ത്യയിലെ കച്ചവടത്തിനും ധനത്തിനും പ്രദേശങ്ങൾക്കും വേണ്ടിയിട്ട് കടുത്ത യുദ്ധം നടത്തി. അപ്പോൾ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം നിയന്ത്രണം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം? ഇംഗ്ലീഷുകാരുടെ ലക്ഷ്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴത്തേക്കും പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായ ശത്രുക്കളെ ആരില്ലാതാക്കി ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അങ്ങനെ പിന്നീട് അവർക്ക് അവിടെ ഒരു എതിരാളിയായിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ചുകാരായിരുന്നു. 1744 മുതൽ 63 വരെ 20 വർഷക്കാലം ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഇന്ത്യയിലെ കച്ചവടത്തിനും ധനത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കടുത്ത യുദ്ധങ്ങൾ നടത്തി. അപ്പോൾ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ കൽക്കട്ടയ്ക്ക് സമീപം ചന്ദർനഗറിലും പൂർവ്വ തീരത്ത് പോണ്ടിച്ചേരിയിലും അവർ സ്ഥാനമുറപ്പിച്ചു. അപ്പോൾ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അവരെവിടേക്കാണ് അവിടെ സ്ഥാനമുറപ്പിച്ചത്? കൽക്കട്ടയ്ക്ക് സമീപം ചന്ദർനഗറിലും പൂർവ്വ തീരത്ത് പോണ്ടിച്ചേരിയിലും അവരവരുടെ സ്ഥാനമുറപ്പിച്ചു. അപ്പോൾ പോണ്ടിച്ചേരി പൂർണ്ണമായി കോട്ട കെട്ടിയതായിരുന്നു. പൂർവ്വ പശ്ചിമ തീരങ്ങളിലെ പല തുറമുഖങ്ങളിലും ഫ്രഞ്ച് കമ്പനിക്ക് കോട്ടകൾ ഉണ്ടായിരുന്നു. കമ്പനി ഇന്ത്യയിലെ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ്, റിയൂണിയൻ ദ്വീപുകൾക്ക് മേലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഗവൺമെന്റിനെ വളരെയേറെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യഭണ്ഡാരത്തിൽ നിന്ന് ധനസഹായങ്ങളും കടവും നൽകിയും മറ്റനേകം രീതിയിലും ഫ്രഞ്ച് സർക്കാർ ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ നൽകി. അതിന്റെ ഫലമായിട്ട് സർക്കാർ കമ്പനിയെ ഏറെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1723 ശേഷം ഡയറക്ടർമാരെ സർക്കാർ തന്നെയാണ് നിയമിച്ചത്. ഫ്രഞ്ച് ഡയറക്ടർമാർ അത്രയും സർക്കാർ നിയമിക്കുന്ന ഡയറക്ടർമാരായിരുന്നു. 1723 ശേഷം അവിടെ വന്നിട്ട്, അതായത് ഫ്രഞ്ച് ഡയറക്ടർമാരെല്ലാം തന്നെ ആരായിരുന്നു? സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന, ഗവൺമെന്റിനാൽ നിയമിക്കപ്പെടുന്ന, ഫ്രഞ്ച് ഗവൺമെന്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന
ഡയറക്ടർമാരായിരുന്നു. അപ്പം രാജ്യം കമ്പനിയെ നിയന്ത്രിച്ചത് അത് വിനാശകരമായിട്ട് മാറി. ആ കാലത്തെ ഫ്രഞ്ച് സർക്കാർ ഏകാധിപത്യവും അർദ്ധ ഫ്യൂഡലും ജനവിരുദ്ധവും അഴിമതി നിറഞ്ഞതും കാര്യപ്രാപ്തിയും സ്ഥിരതയുമില്ലാത്തതുമായിരുന്നു. അപ്പോൾ പുരോഗമനപരമായി ചിന്തിക്കുന്നതിന് പകരം നശിച്ചുകൊണ്ടിരിക്കുന്നതും പാരമ്പര്യത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുന്നതും പൊതുവെ ആ കാലത്തിന് യോജിക്കാത്തതുമായിരുന്നു അന്നത്തെ സർക്കാർ, അവരുടെ ഫ്രഞ്ച് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. അത്തരമൊരു രാജ്യത്തിന്റെ നിയന്ത്രണം ആർക്ക് ഹാനികരമായി ബാധിച്ചു? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഹാനികരമായി ബാധിച്ചു. 1742 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യൂറോപ്പിലെ യുദ്ധം ഇന്ത്യയിലേക്ക് പടർന്നു. അപ്പോൾ ഏത് വർഷമാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്? 1742. അപ്പോൾ യൂറോപ്പിലെ യുദ്ധം എങ്ങോട്ട് വ്യാപിച്ചു? ഇന്ത്യയിലേക്ക് വ്യാപിച്ചു. രണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ തമ്മിൽ ഇന്ത്യയിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. അങ്ങനെ 1748 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. യുദ്ധം തീർന്നെങ്കിലും കച്ചവടത്തിലും ഇന്ത്യയിലെ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള മത്സരങ്ങളിലുമൊക്കെ അവർ വീണ്ടും കലഹിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരം മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ യുദ്ധം തീർന്നെങ്കിലും കച്ചവടത്തിലും ഇന്ത്യയിലെ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള മത്സരങ്ങളും ഇവർ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് ഗവർണർ ജനറലായിരുന്ന ഡ്യൂപ്ലെ ഒരു പുതിയ സമീപനം കൊണ്ടുവന്നു. അച്ചടക്കമുള്ളതും ആധുനിക രീതിയുമുള്ളതുമായിട്ടുള്ള ഒരു ഫ്രഞ്ച് സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ രാജാക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളിൽ അവർ ഇടപെട്ടു. അതായത് രണ്ട് രാജാക്കന്മാർ കലഹിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് മറ്റേ രാജാവിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളൊരു പോളിസി, അതായത് അവർക്കിടയിലെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ ആ കലഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രദേശം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇതേ ശ്രമം തന്നെ മറുഭാഗത്ത് ആര് നടത്തുന്നുണ്ട്? ഇംഗ്ലീഷുകാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കെതിരെ മറ്റൊരാളെ സഹായിച്ചുകൊണ്ട് സാമ്പത്തികവും വാണിജ്യപരവും പ്രാദേശികവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വിജയിൽ നിന്ന് നേടിയെടുത്തു. ഇങ്ങനെ പ്രാദേശിക രാജാക്കന്മാരുടെയും നവാബുമാരുടെയും മുഖ്യന്മാരുടെയും സൈന്യങ്ങളെ ഫ്രഞ്ചുകാരുടെ താല്പര്യ സംരക്ഷണത്തിന് അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെ ഇംഗ്ലീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താനും ആര് ശ്രമിച്ചു? ഡ്യൂപ്ലെ ശ്രമിച്ചു. അപ്പം ഈ ഒരു തന്ത്രം വിജയിക്കുന്നതിനുള്ള ഏക തടസ്സം എന്താണ്? ഇത്തരം വിദേശ ഇടപെടൽ അനുവദിക്കുന്നതിനുള്ള ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഇഷ്ടക്കുറവായിരുന്നു. അവർക്ക് ദേശസ്നേഹം കൊണ്ടല്ല അവരിങ്ങനെ ചെയ്തിരുന്നത്, പകരം വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നാലെ ഇടുങ്ങിയ മനസ്സോടെ അവരിങ്ങനെ പായാണ്. അതായത് അവരുടെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഇന്ത്യൻ ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആഭ്യന്തര വൈദികളുമായി കണക്ക് തീർക്കാൻ അവരെന്ത് ചെയ്തു? വിദേശികളുടെ സഹായം ക്ഷണിക്കാൻ അവരെ മടിച്ചില്ല. ഇത് മൊത്തത്തിൽ വിദേശികളുടെ കൈകളിലേക്ക് പോകാൻ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1748 ഡ്യൂപ്ലെയുടെ തന്ത്രങ്ങൾക്ക് പരിപൂർണ സാധ്യത നൽകുന്ന ഒരവസ്ഥ എവിടെയുണ്ടായി? കർണാട്ടിക്കിലും ഹൈദരാബാദിലും ഒരുപോലെ ഉണ്ടായി. എന്താണ്? കർണാട്ടിക്കിൽ ചന്ദാ സാഹിബ് നവാബായ അൻവറുദ്ദീന് എതിരായി ഗൂഢാലോചന നടത്തി. ഹൈദരാബാദിൽ നിസാമുൽ മുൽക്ക് അസഫ് ജായുടെ മരണശേഷം മകൻ നസീർ ജംഗും പൗത്രൻ മുസാഫർ ജംഗും തമ്മിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പോൾ ഡ്യൂപ്ലെ ഈ അവസരം മുതലെടുത്തു. അപ്പോൾ കർണാട്ടിക്കിൽ ചന്ദാ സാഹിബ് നവാബായ അൻവറുദ്ദീനെതിരെ ഗൂഢാലോചന നടത്തി. അതേസമയം ഹൈദരാബാദിൽ നിസാമുൽ മുൽക്ക് അസഫ് ജായുടെ മരണശേഷം മകൻ നസീർ ജംഗും പൗത്രനായിട്ടുള്ള മുസാഫർ ജംഗും തമ്മിൽ അധികാര വടംവലി നടന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ചന്ദാ സാഹിബും മുസാഫർ ജംഗും ഡ്യൂപ്ലെയും കൂടി ഒരുമിച്ചൊരു ധാരണയിലെത്തി. അങ്ങനെ സുശക്തമായ ഒരു ഫ്രഞ്ച് സൈന്യം, അതായത് ഫ്രഞ്ചുകാരും ഇന്ത്യക്കാരും അടങ്ങുന്ന ഒരു സൈന്യം അദ്ദേഹം രൂപീകരിച്ചു. 1749 ഈ മൂന്ന് സഖ്യങ്ങളിലും ചേർന്നിട്ട് അമ്പൂരിനടുത്തുള്ള ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് അൻവറുദ്ദീനെ പരാജയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു. അതായത് കർണാടകയിലെ നവാബായിരുന്ന അൻവറുദ്ദീനെ പരാജയപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഏത് യുദ്ധത്തിൽ? 1749 അമ്പൂരിനടുത്തുള്ള ഒരു യുദ്ധത്തിൽ. അപ്പോൾ അതിനുശേഷം അൻവറുദ്ദീൻ്റെ മകൻ മുഹമ്മദ് അലി തൃശ്ശിനാപ്പള്ളിയിലേക്ക് ഒളിച്ചോടി. കർണാടകയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങൾ ചന്ദാ സാഹിബിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. ചന്ദാ സാഹിബിന് അധികാരം നൽകിയതിൻ്റെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്തു? ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരിക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങൾ ചന്ദാ സാഹിബ് ദാനമായിട്ട് നൽകി. ഇതുപോലെ
ഹൈദരാബാദില് നമുക്കറിഞ്ഞോ ആരായിരുന്നു? മുസാഫർ ജങ്ങിന്റെ ഭാഗത്താണ് ഫ്രഞ്ചുകാരുള്ളത്. അങ്ങനെ മുസാഫർ ജങ് വിജയിക്കുന്നുണ്ട്. നസീർ ജങ്ങിനെ കൊല്ലുകയും മുസാഫർ ജങ്ങിനെ ഡക്കാണിലെ നിസാമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രതിഫലമായിട്ട് അദ്ദേഹം പോണ്ടിച്ചേരിക്കടുത്തുള്ള ബാക്കി പ്രദേശങ്ങളും പ്രശസ്ത പട്ടണമായ മസൂലി പട്ടണം ഇവയൊക്കെ ആർക്ക് കൊടുത്തു? ഫ്രഞ്ച് കമ്പനിക്ക് കൊടുത്തു. അദ്ദേഹം 5 ലക്ഷം രൂപ കമ്പനിക്കും 5 ലക്ഷം രൂപ അതിൻ്റെ സൈന്യത്തിനും നൽകി. മാത്രമല്ല ഡ്യൂപ്ലെ 20 ലക്ഷം രൂപയും വർഷം തോറും 1 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു ജാഗിറും ഡ്യൂപ്ലെ സ്വീകരിച്ചു. അപ്പോൾ ഈ ഒരു നിസാം എന്നുള്ള പദവി നൽകിയതിൻ്റെ പ്രതിഫലമാണിത്. വിദേശികൾക്ക് തീരെഴുതി കൊടുത്തു ഈ രാജാക്കന്മാർ. ശരിക്കും പറഞ്ഞാൽ അത്രയും വിഡ്ഢികളായിരുന്നു എന്ന് പറയാം. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഈ ഒരു ശക്തിക്കെതിരെ തിരിഞ്ഞതായിരുന്നെങ്കിൽ, വിദേശികൾക്കെതിരെ തിരിഞ്ഞതായിരുന്നെങ്കിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അവരോരോരുത്തരും അവനവൻ്റെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇത് മാത്രമല്ല ഫ്രഞ്ചുകാർക്ക് കിട്ടിയത്. കൃഷ്ണ നദി മുതൽ കന്യാകുമാരി വരെയുള്ള പൂർവ്വതീരത്തുള്ള മുഗൾ പ്രദേശങ്ങളുടെ കേവല ഗവർണർ എന്ന ബഹുമതി സ്ഥാനവും ആർക്ക് കിട്ടി? ഡ്യൂപ്ലേക്ക് കിട്ടി. അപ്പൊ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായ ബസ്സിയെ ഒരു ഫ്രഞ്ച് സൈന്യത്തോടൊപ്പം ഹൈദരാബാദിൽ അദ്ദേഹം നിയോഗിച്ചു. ഈ നടപടി ശത്രുക്കളിൽ നിന്ന് നിസാമിനെ രക്ഷിക്കാനെന്ന ഒരു രീതിയിലായിരുന്നു ഈ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നിസാമിൻ്റെ രാജസദസ്സിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ചുകാരിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുസാഫർ ജങ് തലസ്ഥാനത്തേക്ക് മുന്നേറുമ്പോൾ യാദൃശ്ചികമായി കൊല്ലപ്പെട്ടു. നമുക്കറിയാം മുസാഫർ ജങ് ആണ് ഇവിടെ ജയിച്ചത് അല്ലേ? അതായത് ഹൈദരാബാദിന്റെ കേസിൽ മുസാഫർ ജങ് ആണ് ജയിച്ചത്. അദ്ദേഹം തലസ്ഥാനത്തേക്ക് മുന്നേറുന്ന സമയത്ത് എന്ത് ചെയ്തു? അദ്ദേഹം കൊല്ലപ്പെട്ടു. നിസാമുൽ മുൽക്കിന്റെ 3ാമത്തെ മകനായ സലബത്ത് ജങ്ങിനെ ബസ്സി ഉടനെ സിംഹാസനത്തിലേക്ക് ഉയർത്തി. അതിനു പകരം സലബത്ത് ജങ് എന്ത് ചെയ്തു? അതായത് പുതിയ നിസാമായിട്ട് സലബത്ത് ജങ്ങിനെ മാറ്റിയതിന്റെ പകരമായിട്ട് ഫ്രഞ്ചുകാർക്ക് ആന്ധ്രയിലെ ഉത്തര സർക്കാർ എന്നറിയപ്പെടുന്ന മുസ്തഫ നഗർ, എല്ലോർ, രാജമുദ്രി, ചിക്കഗോർ എന്നീ 4 ജില്ലകളടങ്ങുന്ന സ്ഥലം വിട്ടുകൊടുത്തു. അപ്പോൾ ഉത്തര സർക്കാർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത് ആന്ധ്രയിലെ മുസ്തഫ നഗർ, എല്ലോർ, രാജമുദ്രി, ചിക്കഗോൾ എന്നീ 4 ജില്ലകളടങ്ങുന്ന സ്ഥലം. ഇതാർക്ക് വിട്ടുകൊടുത്തു? നമ്മുടെ ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്തു. അപ്പൊ ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ച് ശക്തി അങ്ങനെ വളർന്ന് വികസിച്ചു. ഡ്യൂപ്ലെ തൻ്റെ സ്വപ്നങ്ങൾക്കപ്പുറം പദ്ധതി വിജയിച്ച സന്തോഷത്തിലാണ്. ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങളെ സുഹൃത്തുക്കളായി നേടിയെടുത്തുകൊണ്ടായിരുന്നു ഫ്രഞ്ചുകാരുടെ തുടക്കം. ഒടുവിൽ അവരെയൊക്കെ കക്ഷികളോ അല്ലെങ്കിൽ അവരുടെ അധീനതയിലോ ആക്കി മാറ്റാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഫ്രഞ്ചുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എതിരാളികളുടെ വിജയങ്ങൾക്ക് ഇംഗ്ലീഷുകാർ മൂകസാക്ഷികളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് അവർ നോക്കി നിന്നില്ല. ഫ്രഞ്ച് സ്വാധീനത്തോട് തുലനം ചെയ്യാനും സ്വാധീനം വർദ്ധിപ്പിക്കാനും അവർ നസീർ ജങ്ങുമായിട്ടും മുഹമ്മദ് അലിയുമായിട്ടും, നമ്മൾ പറഞ്ഞ തൃശ്ശിനാപ്പള്ളിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട് ആര്? മുഹമ്മദ് അലി അല്ലേ? അൻവറുദ്ദീൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് അലി. അദ്ദേഹവുമായിട്ടും അതുപോലെ നസീർ ജങ്ങുമായിട്ടും എന്ത് ചെയ്തു? ചർച്ചകൾ നടത്തി. 1750 സർവ്വസന്നാഹങ്ങളും മുഹമ്മദ് അലിക്ക് പിന്നിൽ നിരത്താൻ അവർ തീരുമാനിച്ചു. തൃശ്ശിനാപ്പള്ളിയിൽ വലയം ചെയ്യപ്പെട്ടിരുന്ന മുഹമ്മദ് അലിയുടെ മേലുള്ള ഫ്രഞ്ച് സമ്മർദ്ദം ലഘൂകരിക്കാൻ കർണാടകയിലെ തലസ്ഥാനമായ ആർക്കോട്ട് ആക്രമിച്ചാൽ മതിയെന്ന് കമ്പനിയുടെ സേവനത്തിലായിരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ക്ലാർക്ക് റോബർട്ട് ക്ലൈവ് പറഞ്ഞു. അതായത് തൃശ്ശിനാപ്പള്ളിയിൽ വലയം ചെയ്യപ്പെട്ടിരുന്ന മുഹമ്മദ് അലിയുടെ മേലുള്ള ഫ്രഞ്ച് സമ്മർദ്ദം ഇല്ലാതാക്കാൻ കർണാടകത്തിന്റെ തലസ്ഥാനമായ ആർക്കോട്ട് ആക്രമിച്ചാൽ മതിയെന്ന് ആര് പറഞ്ഞു കൊടുത്തു? റോബർട്ട് ക്ലൈവ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരായ 200ഉം ഇന്ത്യക്കാരായ 300ഉം പട്ടാളക്കാരോടൊപ്പം ക്ലൈവ് ആർക്കോട്ട് ആക്രമിച്ച് കൈവശപ്പെടുത്തി. അപ്പം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തൃശ്ശിനാപ്പള്ളിയിലെ വളഞ്ഞുവെക്കൽ മാറ്റാൻ ചന്ദാ സാഹിബും ഫ്രഞ്ചുകാരും നിർബന്ധിതരായി. അങ്ങനെ ഫ്രഞ്ചുകാർ ആവർത്തിച്ച് പരാജയപ്പെടാൻ തുടങ്ങി. അപ്പം ചന്ദാ സാഹിബിനെ പിടികൂടുകയും കൊല്ലുകയും ചെയ്തു. ഇംഗ്ലീഷ് സൈന്യാധിപന്മാരോടും സൈന്യത്തോടും കിടപിടിക്കാൻ കഴിയാതെ ഫ്രഞ്ചുകാരുടെ അവസ്ഥ ഏറ്റവും ദാരുണമായ അവസ്ഥയിലേക്ക് മാറി. ഒടുവിൽ ഇന്ത്യയിലെ യുദ്ധങ്ങൾക്ക് വന്ന ഭാരിച്ച ചെലവുകളിലെ
ഇന്ത്യയിലെ യുദ്ധങ്ങളിൽ വന്ന ഭാരിച്ച ചെലവുകളിൽ അവർക്ക് മടുക്കുകയും അമേരിക്കയിലെ കോളനികൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്ത ഫ്രഞ്ച് സർക്കാർ സമാധാന സംഭാഷണങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ഇന്ത്യയിൽ നിന്ന് ഡ്യൂപ്ലയെ പിൻവലിക്കണമെന്ന ഇംഗ്ലീഷുകാരുടെ ആവശ്യം 1754 അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഫ്രഞ്ച് കമ്പനിയുടെ സാധ്യതകൾക്ക് അത് വലിയൊരു പ്രഹരമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള താൽക്കാലിക സമാധാനം 1756 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയോടുകൂടി അവസാനിച്ചു. അപ്പോൾ ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷുകാർ ബംഗാളിന് മേലെ നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുന്നതിൽ വിജയിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ സാധ്യതകൾക്ക് കാര്യമായ പ്രതീക്ഷകളൊന്നും ഇല്ലാതായി. ഇക്കാര്യം ബംഗാളിന്റെ സമൃദ്ധമായ സമ്പത്ത് ഇംഗ്ലീഷുകാർക്ക് അനുകൂലമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിൽ നിർണായകമായിട്ടുള്ള ഘടകമായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിലെ നിർണായക പോരാട്ടം 1760 ജനുവരി 22 വാൻഡി വാഷിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ വാൻഡി വാഷ് യുദ്ധം നടന്നത് 1760 ജനുവരി 22 അന്ന് ഇംഗ്ലീഷ് സൈന്യാധിപനായ അയർക്യൂട്ട് ലാലിയെ പരാജയപ്പെടുത്തി. ഒരു വർഷത്തിനകം ഇന്ത്യയിലെ എല്ലാ സ്വത്തുക്കളും ഫ്രഞ്ചുകാർക്ക് നഷ്ടപ്പെട്ടു. പാരീസ് സന്ധി ഒപ്പിട്ടതോടുകൂടി 1763 ഈ യുദ്ധം അവസാനിച്ചു. ഫ്രഞ്ച് ഫാക്ടറി പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും അവിടെ കോട്ട കെട്ടാനോ മതിയായ അളവിൽ സൈന്യത്തെ പാർപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയിലായി മാറി. അവ കച്ചവട കേന്ദ്രങ്ങളായി മാത്രം പ്രവർത്തിപ്പിക്കാമായിരുന്നു. ഈ സമയത്ത് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് ബ്രിട്ടീഷ് സംരക്ഷണത്തിലായിരുന്നു. അതേസമയം ഇംഗ്ലീഷുകാര് ഇന്ത്യൻ കടലുകളിൽ വാണു. യൂറോപ്പുകാര് എതിരാളികളിൽ നിന്നെല്ലാം സ്വതന്ത്രരായി ഇന്ത്യയെ കീഴടക്കുന്നതിനുള്ള ദൗത്യം തുടങ്ങാമെന്നുള്ള നിലയിലും ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ചുകാരോടും സഖ്യങ്ങളോടുമുള്ള പോരാട്ടത്തില് ഇംഗ്ലീഷുകാർക്ക് ചില പ്രധാനപ്പെട്ടതും വിലയേറിയതുമായിട്ടുള്ള പാഠങ്ങൾ പഠിച്ചു. ഒന്നാമത്തേത്, ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ അഭാവത്തില് ഇന്ത്യൻ ഭരണാധികാരികൾ തമ്മിലുള്ള വഴക്കുകൾ മുതലെടുത്ത് രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. രണ്ടാമത്തത്, മുൻകൂട്ടി തയ്യാറെടുക്കുന്ന സ്ഥലത്തും രീതിയിലും നടത്തുന്ന യുദ്ധങ്ങളിൽ പാശ്ചാത്യ രീതിയിൽ ശിക്ഷണം നേടിയ യൂറോപ്പുകാരോ ഇന്ത്യക്കാരോ ആയ സായുധരായ കാലാൾപ്പടയുടെയും പീരങ്കിപ്പടയുടെയും പിന്തുണയോടെ ഇന്ത്യയിലെ പഴയ രീതിയിലുള്ള എതിരാളികളെ ഇല്ലാതാക്കാൻ, അവരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ആർക്ക് മനസ്സിലായി? ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായി. യൂറോപ്യൻ രീതിയിൽ അഭ്യസിക്കുകയും ആയുധമേതുകയും ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ യൂറോപ്പുകാരനായ ഒരു പട്ടാളക്കാരെ പോലെ തന്നെ സമർത്ഥനാണ്. ഇന്ത്യക്കാരനായ പട്ടാളക്കാരന് രാഷ്ട്രബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വേതനം നൽകുന്ന ആർക്ക് വേണ്ടിയും വേല ചെയ്യാൻ തയ്യാറാകുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ശിപ്പായികൾ എന്നറിയപ്പെട്ട ഇന്ത്യക്കാരായ പട്ടാളക്കാരും ഇംഗ്ലീഷുകാരായ ഓഫീസർമാരും അടങ്ങുന്ന ശക്തരായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഈ സൈന്യത്തെയും അധീശത്വമുള്ള പ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ കച്ചവടത്തിന്റെയും വിപുലമായ സമ്പത്തും ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധങ്ങളുടെയും പ്രദേശങ്ങളുടെ വികസനത്തിന്റെയും ഒരു കാലഘട്ടത്തിലേക്ക് മുന്നേറി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. നമുക്കിനി ബംഗാളിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.